ഹേ വാട്ട്സപ്പ് പീപ്പിൾ, വെൽക്കം ബാക്ക്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തത് ലേൺ പ്രോഗ്രാമിംഗ് ലോജിക് എന്നുള്ള സീരീസിലെ ഫസ്റ്റ് വീഡിയോ ആയിരുന്നു. അതിൽ നമ്മൾ ചെയ്ത പ്രോഗ്രാം എന്ന് പറയുന്നത് ലാർജസ്റ്റ് ഓഫ് 3 നമ്പേഴ്സ് ആയിരുന്നു. അതായത് 3 നമ്പേഴ്സിൽ ഏതാണ് വലിയ നമ്പർ എന്ന് നമ്മൾ ഫൈൻഡ് ചെയ്യായിരുന്നു അതിൽ ചെയ്ത പ്രോഗ്രാം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നത് റിവേഴ്സ് ഓഫ് എ നമ്പറാണ്. അതായത് ഒരു നമ്പർ നമ്മൾ എൻ്റർ ചെയ്യും, അതിൻ്റെ റിവേഴ്സ് പ്രിന്റ് ചെയ്യും. അപ്പോൾ ആ ഒരു പ്രോഗ്രാമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിലൂടെ കുറച്ച് ലോജിക്കൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യേണ്ട. വൺസ് അഗൈൻ മൈ നെയിം ഈസ് സഫ്വാൻ. ലെറ്റ്സ് ഫോർ ദ വീഡിയോ. അപ്പോൾ ആദ്യം റിവേഴ്സ് ഓഫ് എ നമ്പറിനെ പറ്റി പറയാം. അതിപ്പോൾ പറയുകയാണെങ്കിൽ നമ്മളൊരു നമ്പർ എൻ്റർ ചെയ്യുന്ന നമ്പർ ഒരു 3 ഡിജിറ്റ് നമ്പർ അല്ലെങ്കിൽ 2 ഡിജിറ്റ് നമ്പറാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 ഡിജിറ്റ് നമ്പർ എൻ്റർ ചെയ്യാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 451 481. അതിൻ്റെ നേരെ റിവേഴ്സ് പ്രിൻ്റ് ആവുക 184. അപ്പോൾ ആ ഒരു പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ കമ്പൈലർ ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ അതാ ഞാനിവിടെ ഹെഡർ ഫയൽ ഇമ്പോർട്ട് ചെയ്യാണ്. ഈ ഹെഡർ ഫയൽ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സി പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു പ്ലേ ലിസ്റ്റ് തന്നെ ഉണ്ട്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതിലുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോ എന്തായാലും നിങ്ങൾ വാച്ച് ചെയ്യണം. കാരണം അത് വാച്ച് ചെയ്തതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങളിത് വാച്ച് ചെയ്യേണ്ടത്. എന്നാലും നിങ്ങൾക്ക് ഈ ഒരു ഞാൻ ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താവുള്ളൂ, മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ ഹെഡർ ഫയൽ ഇമ്പോർട്ട് ചെയ്ത് ഇതിലാണ് പ്രിന്റ് ഓഫും സ്കാൻഫ് ഒക്കെ എടുക്കുന്നത്. പിന്നെ ഇൻറ്റ് മെയിൻ കൊടുത്ത് റിട്ടേൺ ടൈപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇൻറ്റ് മെയിൻ കൊടുക്കാം, അല്ലെങ്കിൽ വോയിഡ് മെയിൻ കൊടുക്കാം, ഏതാണ് നിങ്ങളെ ഇഷ്ടം. ഇൻറ്റ് മെയിൻ കൊടുത്ത് എന്നിട്ട് എനിക്കിപ്പോൾ പ്രിന്റ് ചെയ്യാനുള്ളത് റിവേഴ്സ് ഓഫ് എ നമ്പറാണ്. അപ്പം ഞാൻ വേരിയബിൾസ് കൊടുക്കുകയാണ്. ഒരു നമ്പർ എൻ്റർ ചെയ്യണം, പിന്നെ റിമൈൻഡർ വേണം. ഇതൊക്കെ എന്തിനാന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ നമുക്ക് എന്ത് വേണം, റിവേഴ്സ് വേണം. റിവേഴ്സ് പ്രിന്റ് ചെയ്ത് വെക്കാൻ ആദ്യം നമ്മൾ എൻ്റർ ചെയ്യുന്ന നമ്പർ കൊടുക്കുക. ആ നമ്പർ റിവേഴ്സ് ആയിട്ട് പ്രിന്റ് ചെയ്യാനാണ് റിവേഴ്സ് എന്നും കൊടുക്കണം. എന്നിട്ട് ആ റിവേഴ്സിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യണം, 0ക്ക് അസൈൻ ചെയ്ത് വെക്കണം. ഈ 0ക്ക് അസൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ റിവേഴ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, പ്രിന്റ് എഫ് കൊടുക്കുക. പ്രിന്റ് എഫിൽ യൂസറോട് ഒരു നമ്പർ എൻ്റർ ചെയ്യാൻ പറയാണ്. എൻ്റർ എ നമ്പർ, ഒരു നമ്പർ എൻ്റർ ചെയ്യാൻ പറയാണ്. സ്കാൻഎഫിൽ ഞാൻ എന്ത് ചെയ്യാണ്, ആ നമ്പർ യൂസർ കയ്യിൽ നിന്ന് മേടിച്ച് വെക്കുകയാണ്. സ്കാൻഎഫ് %d ആമ്പർസെൻറ്റ് നമ്പർ മേടിച്ച് വെക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇനിയാണ് കണ്ടീഷൻ കൊടുക്കുന്നത്. ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കണ്ടീഷനിലാണ് ഇവിടെ അതിൻ്റെ ലോജിക്ക് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ വൈൽ എന്ന് പറഞ്ഞത് ഒരു ലൂപ്പാണ്. ഈ ലൂപ്പ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വാച്ച് ചെയ്യണം ആ വീഡിയോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ഈ വൈലിന്റെ അകത്ത് വൈൽ നം നോട്ട് ഈക്വൽ ടു 0, അതായത് നമ്പർ നമ്മൾ എൻ്റർ ചെയ്യുന്ന നമ്പർ 0ക്ക് ഈക്വൽ ആവത്തോളം കാലം 0ക്ക് ഈക്വൽ ആവത്തോളം കാലം എന്ത് ചെയ്യണം, ഈ പറയുന്ന കാര്യങ്ങൾ വർക്ക് ചെയ്യണം. എന്ത് വർക്ക് ചെയ്യണം, ആ വർക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. അപ്പൊ ആദ്യത്തെ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞത് റിമൈൻഡർ ഈസ് ഈക്വൽ ടു നം, അതായത് നമ്മൾ എൻ്റർ ചെയ്യുന്ന നമ്പർ %10. അതായത് നമ്പർ %10 പറഞ്ഞാൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന നമ്പറിനെ എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്തിട്ട് അതിന് കിട്ടുന്ന റിമൈൻഡർ ആണ്. അതാണ് പെർസെൻറ്റേജ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതൊരു പിന്നെ എന്താണ് ഓപ്പറേറ്റർ ആണ്. എന്നിട്ട് %10 അതൊരു ഇക്വേഷൻ. അതിന്റെ താഴെ എന്ത് കൊടുക്കുക, റിവേഴ്സ് ഈസ് ഈക്വൽ ടു റിവേഴ്സ് ഇൻറ്റു 10 പ്ലസ് റിമൈൻഡർ. ആ റിമൈൻഡർ നമ്മൾ ഓൾറെഡി ഇവിടെ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. റിമൈൻഡർ ഈസ് ഈക്വൽ ടു നം %10 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ താഴെ റിവേഴ്സ് ഈസ് ഈക്വൽ ടു റിവേഴ്സ് ഇൻറ്റു 10 പ്ലസ് ഈ ഒരു റിമൈൻഡർ, അതായത് ഇവിടെ റിമൈൻഡർ ആയ സംഖ്യ എന്താണോ അതാണ് ഇവിടെ റിമൈൻഡർ എടുക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഞാൻ പിന്നെ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്പർ ഈസ് ഈക്വൽ ടു
എന്ത് നമ്മൾ എൻ്റർ ചെയ്യുന്ന നമ്പർ ഇസ് ഈക്വൽ ടു നമ്പർ ബൈ 10 ആണ് കൊടുക്കുന്നത്. എന്നിട്ട് ഫൈനലായിട്ട് എന്ത് കൊടുക്കുകയാണ്, പ്രിന്റ് എഫില് എന്ത് കൊടുക്കുകയാണ്, റിവേഴ്സ്ഡ് നമ്പർ ഈസ് പെർസെൻറ്റേജ് ഡി കോമ നമ്മൾ പ്രിന്റ് ചെയ്യുന്നത് റിവേഴ്സ് ആണ്, അപ്പോൾ റിവേഴ്സ് എന്ന് കൊടുക്കുക. ഓക്കെ, ഇവിടെ ലോജിക്കായിട്ട് ഡെവലപ്പ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. അത് ഞാൻ ഈ പ്രോഗ്രാം റൺ ചെയ്തതിനു ശേഷം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. എന്നിട്ട് ഞാനിവിടെ റൺ കൊടുക്കുകയാണ്, എറേഴ്സ് ഒന്നുമില്ല. അപ്പോൾ ഞാനിവിടെ എൻ്റർ ചെയ്യുന്ന നമ്പർ എന്ന് പറയുന്നത് 456 ആണ്, 456 ആണ്. എന്നിട്ട് ഞാൻ എൻ്റർ കൊടുക്കുകയാണ്. അപ്പോൾ അതാ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പ്രിൻ്റായി 654, അതായത് അതിൻ്റെ റിവേഴ്സ് പ്രിൻ്റായി. അപ്പോൾ ഇനിയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ കറക്റ്റ് ലോജിക്കും വർക്കിംഗ് ഒക്കെ പറയുന്നത്. അതായത് ഇപ്പം നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ എൻ്റർ ചെയ്ത നമ്പർ 456 ആണ്. അപ്പോൾ ഈ ലൂപ്പിൽ നമ്മൾ അതിനെ കണക്ട് ചെയ്ത് ചെയ്യുമ്പോൾ 456 പെർസെൻറ്റേജ് 10, അതായത് 456നെ ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ റിമൈൻഡർ ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ റിമൈൻഡർ എന്ന് പറയുന്നത് എത്രയാണ്, 456 അതിൻ്റെ റിമൈൻഡർ 6 ആണ്. ഓക്കെ, അപ്പോൾ 6 ഞാൻ ഇവിടെ ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്, 6 അതിൻ്റെ റിമൈൻഡർ എന്താണ്, 6 ആണ്. അതേപോലെ തന്നെ 6 ആണ് ഇപ്പോൾ റിമൈൻഡർ എടുക്കുന്നത്. അപ്പോൾ റിവേഴ്സ് ഈസ് ഈക്വൽ ടു റിവേഴ്സ് ഇൻറ്റു 10 പ്ലസ് റിമൈൻഡർ. അപ്പോൾ റിവേഴ്സ് ഇപ്പോൾ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച് എത്ര, 0. അപ്പോൾ 0 ഇൻറ്റു 10 പ്ലസ് റിമൈൻഡർ. അപ്പോൾ ഇൻറ്റു 10 തന്നെ അതവിടെ 0 ആയിട്ട് പോയി. പിന്നെ ഇവിടെ റിമൈൻഡർ ആയിട്ട് ബാക്കി ഉണ്ടാവുക 6 ആണ്. അതായത് റിമൈൻഡർ അല്ല, റിവേഴ്സ് ആയിട്ട്. അതായത് ഇപ്പോൾ റിവേഴ്സിലുള്ളത് 6 എന്നുള്ള എന്തായി, 6 എന്നുള്ള സംഖ്യയായി. അതായത് റിവേഴ്സിൽ 0 ആയിരുന്നിടത്ത് ഇപ്പം എന്തായി, 6 ആയി. കാരണം ഇത് തിരിച്ച് പ്രിന്റ് ചെയ്യാണ്. ഓക്കെ, എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം എന്താ ചെയ്ത്, നമ്മൾ കൊടുത്ത നമ്പർ എന്ന് പറഞ്ഞ എത്രയാണ്, 456 ആണ്. അതേ ബൈ 10 ചെയ്ത്, അതേ ബൈ 10 ചെയ്തപ്പോൾ 456 ബൈ 10 ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 45 ആണ്. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്, 45 ആണ്. ഓക്കെ, 45. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയ നമ്പർ 45 ആണ്. ഇനി എന്ത് ചെയ്യും, അപ്പോൾ ഈ നമ്പർ ബൈ 10 ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, ഇപ്പോൾ നമ്മൾ ചെയ്ത നമ്പർ ബൈ 10 പോയിന്റ് സംഖ്യകളൊക്കെ വരില്ല എന്നുള്ളത്. കാരണം നമ്മൾ ഇൻഡിജറിലാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്, ഇൻഡിജറിലാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യില്ല, പോയിന്റ് ആയിട്ടുള്ള നമ്പർ വരില്ല. അപ്പോൾ 45 ഡിവൈഡ് ബൈ 10 കൊടുക്കുകയാണെങ്കിൽ ആ 5 അവിടെ ഒഴിവാക്കിയിട്ട് 40 വരുള്ളൂ. അതായത് ഇപ്പോൾ 456 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോയിന്റ് ആയിട്ടൊന്നും വരില്ല, 45 വരുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മളെ നമ്പർ 45 ആണ്. എന്നിട്ട് വീണ്ടും എന്ത് ചെയ്യും, ഈ ലൂപ്പൊക്കെ പോകും. എന്നിട്ട് ഇപ്പോൾ റിമൈൻഡർ ഓൾറെഡി 6 അവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, ഇപ്പം നമ്മൾ എൻ്റർ ചെയ്ത ഇപ്പം നമ്മളെ നമ്പർ കയ്യിലുള്ളത് 45 ആണ്. അപ്പം 45 ഡിവൈഡ് ബൈ 10 അതിൻ്റെ റിമൈൻഡർ. അപ്പോൾ 45 ഡിവൈഡ് 10 ചെയ്യുമ്പോൾ അതിൽ റിമൈൻഡർ ആയിട്ട് വരിക 5 ആണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ റിമൈൻഡർ എന്ന് പറഞ്ഞത് 5 ആണ്. എന്നിട്ട് എന്ത് ചെയ്യും, റിവേഴ്സ് ഈസ് ഈക്വൽ ടു റിവേഴ്സ് ഇൻറ്റു 10 പ്ലസ് എന്ത് റിമൈൻഡർ. ഇപ്പോഴത്തെ നമ്മളെ റിവേഴ്സ് എന്ന് പറഞ്ഞത് 6 ആണ്. അപ്പോൾ പുതിയ റിവേഴ്സ് എന്ന് പറഞ്ഞത്, അപ്പോൾ റിവേഴ്സ് ഇൻറ്റു 10, അതായത് എത്ര, 6 ഇൻറ്റു 10 പ്ലസ് ഇപ്പോഴത്തെ പുതിയ റിമൈൻഡർ 5. എത്രയാണ്, 10 പ്ലസ് 5 എന്ന് പറയുമ്പോൾ എത്രയാണെന്ന് വെച്ചാൽ 65 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ നമ്മളെ ഈ ഒരു റിവേഴ്സിൻ്റെ വാല്യൂ എന്തായി, 65 ആയി. ഇതാണ് ഇപ്പോഴത്തെ നമ്മളെ റിവേഴ്സിൻ്റെ പുതിയ സംഖ്യ, അതായത് 65. അതായത് ഇപ്പോൾ ഇവിടെ കറക്റ്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുക, അതിനെ റിവേഴ്സ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ 65 കിട്ടി. എന്നിട്ട് താഴോട്ട് വന്ന് എന്തായി, ഇപ്പം നമുക്ക് കിട്ടിയിരുന്ന നമ്പർ 45 ആയിരുന്നല്ലോ. അപ്പോൾ ആ 45 ഡിവൈഡ് ബൈ 10 കൊടുക്കുക. അപ്പോൾ 10 കൊടുക്കുമ്പോൾ 45 ഡിവൈഡ് ബൈ 10 കൊടുക്കുമ്പോൾ എത്ര വരിക, 4 ആണ് വരിക. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ നമ്പർ എന്ന് പറയുന്നത് എന്താണ്, 4 ആണ്. ഓക്കെ,
എന്നിട്ട് എന്ത് ചെയ്യുക, വീണ്ടും മുകളിലോട്ട് പോവുക, എന്നിട്ട് ആ 4 വെച്ചിട്ട് തുടങ്ങുക. റിമൈൻഡർ ഇസ് ഈക്വൽ ടു 4% 10. അതായത് 4% 10 കാരണം ഒന്നുമില്ല, പിന്നെ ഇപ്പോൾ എന്താ പറയുകയാണെങ്കിൽ അതായത് 4% 10 പറയുമ്പോൾ 4 ആണ് അവിടെ എന്തുള്ളത്, പിന്നെ റിമൈൻഡർ ആയിട്ടുള്ളത്. അപ്പോൾ ഇപ്പം എന്തായി, 654 ആയി. എന്നിട്ട് എന്തായി, പിന്നെയും താഴോട്ട് വന്ന്, എന്നിട്ട് ഇപ്പോഴത്തെ നമ്മുടെ റിവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, 65 ആണ്. അപ്പോൾ 65 എന്തായി ഇൻറ്റു 10 പ്ലസ് എത്ര കൊടുത്ത്, ഇപ്പോൾ നമ്മൾ 4 ആണല്ലോ നമുക്ക് റിമൈൻഡർ ആയിട്ട്, ആ 4 കൊടുത്ത് എന്നിട്ട് ഈക്വൽ ടു എത്രയാണ്, 65 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ 650, 654. അപ്പോൾ ഇപ്പോഴത്തെ നമ്മളെ സംഖ്യ ഓൾറെഡി 654 ആയി കഴിഞ്ഞ്. എന്നിട്ട് നമ്മൾ താഴോട്ട് വരികയാണ്. അപ്പോൾ ഇപ്പം നമ്മളെ നമ്പർ എന്ന് പറയുന്നത് 4 ആണ്. 4 ഡിവൈഡഡ് ബൈ എന്താണ്, 0 ആണ്. അപ്പം എന്തായി, നമ്മളെ ലൂപ്പാണ്ട് ഒഴിവായി. അതായത് ലൂപ്പ് എന്തായി, 0ക്കായി. അതായത് ഇവിടുത്തെ ഈ ഒരു നമ്പർ ഈക്വൽ ടു 0 ആയി. അപ്പം എന്തായി, ലൂപ്പാണ്ട് അവസാനിച്ച്. എന്നിട്ട് നമുക്ക് ഇവിടെ കിട്ടി 654 ഉണ്ടല്ലോ. ഈ ഒരു 654 എന്തായി, ഇവിടെ താഴെ പ്രിൻ്റായി. അപ്പം നമ്മൾ അടിച്ച നമ്മൾ എന്താണ് കൊടുത്തത്, അതായത് റിവേഴ്സ് നമ്മൾ 456 ആയിരുന്നു, അത് 654 പ്രിൻ്റായി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത്. ഞാൻ വീണ്ടും വേറെ നമ്പർ റൺ ചെയ്ത് കാണിക്കാം. അപ്പം ഞാൻ ഒരു 789 കൊടുക്കാം. അപ്പോൾ എത്രയായി, 957. അപ്പോൾ ഈ ഒരു ഇതാണ് ഇതിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇനി കുറച്ചും കൂടി ഇപ്പോഴും മനസ്സിലാവാത്തതുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലെ ഈ ഒരു ഇക്വേഷൻ ജസ്റ്റ് ഒന്നൊരു പേപ്പർ എടുത്തിട്ട് എഴുതി ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ ജസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിവേഴ്സ് ഓഫ് എ നമ്പർ കിട്ടും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.